ഹായ് അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു നല്ലൊരു അടിപൊളി കുക്കർ ദമ്മ് ബിരിയാണി കേട്ടോ. അപ്പോൾ അതിന് ഒരു 1/2 kg അരി എടുത്തിട്ടുണ്ട്, ബാസ്മതി അരിയാണ്. പിന്നെ ഒരു 2 kg ചിക്കന്, പിന്നെ ഒരു സവാള ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ ചിക്കൻ മസാല, പിന്നെ ബിരിയാണി മസാല, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ ഇതാ 4 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്, മല്ലിയില, കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ പാത്രം അടുപ്പിൽ വെച്ച് ഇപ്പോൾ അത് ചൂടായി. അപ്പം അതിലേക്ക് ഇതാ ഞാൻ കറുവപ്പട്ട, ഇലക്ക്, ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത്, പിന്നെ അതിനുശേഷം ഇതാ ഞാൻ സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിനപ്പം അതും ഇട്ട് കൊടുത്തട്ടോ. അങ്ങനെ സവാള ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം കേട്ടോ. ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. പിന്നെ ഇതാ ഞാൻ സവാളയുടെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിനൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ രാത്രിയിലാണ് കേട്ടോ, അപ്പോൾ വീഡിയോ ഒന്നും അത്ര ക്ലിയർ ഇല്ല. രാത്രിയിലാണ് കേട്ടോ ഞാനിതിങ്ങനെ ചിക്കൻ ദമ്മ് ബിരിയാണി ഉണ്ടാക്കുന്നത്. കുക്കർ ദമ്മാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ നല്ല സവാളയൊക്കെ നല്ല വഴറ്റിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ എന്താ സവാളയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സവാളയൊക്കെ നല്ല നമുക്ക് ഫ്രൈ ആയി കിട്ടണമല്ലേ. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അരക്കുമ്പോൾ. പിന്നെ മല്ലി ഇട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ വലിയ ജീരകം, ചെറിയ ജീരകം ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാം ഒന്നിച്ചിട്ട് അരച്ചെടുത്തതാണ്. അതിനുശേഷം ഞാനത് ഒന്നിച്ച് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ മസാല നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഞാൻ നല്ല തക്കാളി, പഴുത്ത തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അത് 4 തക്കാളിയുണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല ഞാൻ കുറച്ചൊരു 2 സ്പൂൺ തക്കത്തെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഗരം മസാല പൗഡറും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതും അങ്ങനെ ഒരു 1.5 സ്പൂൺ തക്കത്തെ. പിന്നെ ബിരിയാണി മസാല കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 kg ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ എത്തിയിട്ട് ബിരിയാണി മസാല പൊടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അതേ ഞാൻ മിക്സീൻ്റെ ജാറിൽ ഒരു 1/2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിനെ ഞാൻ ഒരു പകുതി ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ പെറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളമുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ചെറുനാരങ്ങയിൽ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തത് ഞാൻ വിത്തൊക്കെ പെറുക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാല നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ലെഗ് പീസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മാത്രം ഞാനൊരു 3 പേരെ ബിരിയാണി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു 1/2 kg അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ ഞാൻ 2 kgൻ്റെ മസാല ഉണ്ടാക്കിയാലും അതിൽ നിന്ന് ഞാൻ ആവശ്യത്തിന് മസാല എടുക്കുന്നതാണ് കേട്ടോ ബിരിയാണിക്ക്. അങ്ങനെ അതാ മസാലയൊക്കെ നടുപ്പൊക്കെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പാകത്തിന് നമുക്ക് ദമ്മിടണമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പാകത്തിന് മാത്രം ഞാൻ വേവിച്ചെടുക്കുന്നതാണ് ചിക്കന്. അപ്പോൾ അതിന് ശേഷം അതൊക്കെ ഇവിടെ വെന്ത് കിട്ടിട്ട് ഞമ്മ കുറച്ച് ബിരിയാണിക്കുള്ള സവാള വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ സവാളയൊക്കെ വഴറ്റിയെടുത്ത് പിന്നെ ഞാനതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഞാനിതാ ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്തിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ മുന്തിരിയൊക്കെ ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ആ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇതാ കറിവേപ്പിലയൊക്കെ നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിലാക്കാൻ പറ്റുന്ന കേട്ടോ. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഒരു ബിരിയാണി ഉണ്ടാക്കിയാൽ. അങ്ങനെ നല്ലൊരു മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് നമ്മളൊക്കെ ആവശ്യമനുസരിച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ്. പിന്നെ
അതിനുശേഷം ഇതാ ഞാൻ കുക്കറിൽ അരി വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/2 kg അരി ആയതുകൊണ്ട് ഈ ഒരു കുക്കർ മതിയാവുന്ന. അപ്പോൾ അതിൽ 3/4 പാകം വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ കറുവപ്പട്ട ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ അരി ഞാൻ ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മസാലയൊക്കെ റെഡിയായി. അപ്പോൾ അതിലേക്ക് ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അരിക്ക് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ തിളച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ മസാലയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ റെഡിയായി അടുപ്പിൽ നിന്ന് ഞാൻ മാറ്റി വെച്ച് പിന്നെ അത് വെള്ളം തിളച്ച് വന്ന് അപ്പോൾ അതിലേക്ക് ഞാൻ അരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് പാകത്തിനൊക്കെ അരി ഒരു 1/4 അംശം വെന്ത് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ കുക്കറിൽ നിന്ന് ചോറ് മാറ്റിയെടുക്കുന്നുണ്ട്. ഞാനിതാ ചോറൊക്കെ മാറ്റിയെടുത്ത് അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതേ കുക്കറിലേക്ക് തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം നമ്മൾ ചൂടാക്കിയിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചോറിട്ട് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് അതിൻ്റെ മസാലയൊക്കെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് ഞാൻ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് കളർ അത്ര ഇതുമില്ല. അങ്ങനെ കളറുണ്ടെങ്കിൽ നമ്മൾക്കതൊരു കാണാൻ മൊഞ്ച് മാത്രം. അപ്പം ഞാൻ ആ കളറൊന്നും ഇട്ടില്ല. പിന്നെ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഇതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഞാനത് പിന്നും അതിലേക്ക് ചോറിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ വീണ്ടും ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 3 പേരെ ബിരിയാണി ആയതുകൊണ്ട് ഞാനത് അത്രയേ ഉള്ളായിരുന്നു മസാല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അധികം ഇട്ടിട്ട് നമുക്കിങ്ങനെ അധികം വേണ്ടല്ലേ, അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ 1/2 kg അരിയിൽ നമുക്കൊരു 4 പേർക്ക് കഴിക്കുന്ന ബിരിയാണി റെഡിയാണ്. അപ്പോൾ നമ്മൾ 3 പേരേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു 1/2 kg പിന്നെ അതിൽ കുറക്കുന്ന വേണ്ട അറിഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ്. അങ്ങനെ ഞാൻ എൻ്റെ നല്ലൊരു സൂപ്പറായിട്ടുള്ള കുക്കർ ദമ്മ് ബിരിയാണിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇങ്ങനെ നമ്മൾ സവാളയൊക്കെ ഫ്രൈ ആക്കി എടുത്ത ഓയിലുണ്ടല്ലോ, അപ്പോൾ അത് തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ നെയ്യൊന്നും ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ മസാലയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അത് ഗ്യാസ് നല്ല സിമ്മിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കുക്കറിൽ ദമ്മ് വെക്കുന്നത്. ആ സമയത്ത് കുക്കറിൻ്റെ വിസിൽ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ദമ്മ് ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ ദമ്മ് ബിരിയാണി നല്ല ചിക്കനൊക്കെ നല്ല പൊരിഞ്ഞ് വരുന്ന കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല പാകത്തിന് വെന്തു. പിന്നെ കളറുണ്ടായിന് നമുക്ക് കാണാൻ നല്ല മൊഞ്ചിൻ്റെ കളറൊന്നും ഇട്ടില്ല. അങ്ങനെ അതിൻ്റെ ബാസ്മതി അരിയിൽ ഞാൻ ചിക്കൻ ദമ്മ് ബിരിയാണി കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചൊക്കെ മസാല ഇട്ട് ഡെക്കറേഷൻ ആക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.